ഇന്ന് ഞാനൊരു ട്രാവലിങ്ങിലാണ് കേട്ടോ. എറണാകുളത്തേക്ക് പോവാണ്. രാവിലെ 5:05 വന്ദേ ഭാരതിനാണ് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെയാണ് പോകുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇതാണ് വന്ദേ ഭാരത്. നല്ല കംഫർട്ടായിട്ട് പോയി. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ വന്ദേ ഭാരതിൽ കയറുന്നത്. സൂപ്പറായിരുന്നു. ഒട്ടും ക്ഷീണം ഉണ്ടായില്ല. പെട്ടെന്ന് എത്തി എറണാകുളത്തേക്ക്. ഇത്രയും സുഖമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സുഖമായിട്ട് ഞങ്ങളങ്ങനെ എറണാകുളം റീച്ചായി. അവിടെ നിന്ന് നേരെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ കയറി. ഞങ്ങൾ പൂരിയാണ് ഓർഡർ ചെയ്തത്. ഡയറ്റൊന്നും നോക്കിയില്ല, രണ്ടുപേരും പൂരി കഴിച്ചു. എന്തായാലും പുറത്ത് യാത്ര ചെയ്യുമ്പം ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങളെടുത്ത റൂമാണിത്. ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്നിടത്ത ഹോട്ടൽ ഞങ്ങൾക്ക് നാളെ അവൈലബിൾ ഉള്ളൂ. ഇന്ന് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു സ്യൂട്ട് റൂം കിട്ടി. പക്ഷേ ആക്ച്വലി സൂപ്പർ റൂമായിരുന്നു കേട്ടോ. ഞാൻ റൂം കാണിക്കാം. 1500 നല്ല വെർത്തായിരുന്നു. നല്ല വൃത്തിയും നല്ല സ്റ്റാഫിൻ്റെ ഒക്കെ നല്ല ബിഹേവിയറും ഒക്കെ ആയിരുന്നു. സൂപ്പർ റൂമായിരുന്നു കണ്ടോ. ബാത്റൂമൊക്കെ ക്ലീനായിരുന്നു. നല്ല നീറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 1500 എന്ന് പറയുന്ന ആ ഒരു റേറ്റിന് നമുക്ക് നല്ലൊരു വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ എത്തി. 8:30-9 മണിയാകുമ്പോഴേക്കും എത്തിയെന്ന് തോന്നുന്നു റൂമിലേക്ക്. ഞാൻ ശരിക്കും ടൈം നോക്കിയില്ല. പക്ഷേ റൂമിലെത്തി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാനുണ്ടായിരുന്നു. അവരുടെ ടൈം ഷെഡ്യൂളൊക്കെ 2 ദിവസമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കളിക്കുകയാണ്. എല്ലാ ക്ലയൻസിനെയും ഓൺലൈനിൽ എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്. ലൈഫ് കോച്ചിങ്ങും നടക്കുന്നുണ്ട്, മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഫിറ്റ്നസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരെയും മിങ്കിൾ ചെയ്ത് പോകാൻ ടൈം ഇഷ്യൂ വന്നപ്പം ഞാൻ 2-3 ദിവസമായിട്ടുള്ള തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്ത് തിരക്കാണെങ്കിലും അവരുടെ ക്ലാസ് മാക്സിമം ഞാൻ കട്ട് ചെയ്യാതെ നോക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ക്ലാസ്സൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ക്ലാസ് നടക്കുന്നിടത്തേക്ക് പോയി. ഞാൻ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ. ഞാൻ ഈ 2026 മാനിഫെസ്റ്റ് ചെയ്തതും പിന്നെ ഗോളിൽ എഴുതി വെച്ചതും വിഷൻ ബോർഡിൽ എഴുതി വെച്ചതൊക്കെ ആയ ഒരു കാര്യമാണ് ഈ അച്ചീവ് ചെയ്തിരിക്കുന്നത്. 2 ദിവസവും കൂടെ ക്ലാസ് ഉണ്ട്. ഇതാണ് സൗണ്ട് ഹീലിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൗണ്ട് ഹീലിങ്ങിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടക്കുമായിരുന്നു. അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇനി അതിൻ്റെ സർട്ടിഫിക്കേഷൻ 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കുറച്ച് തിയറിയും മാത്രമേ ഉണ്ടായുള്ളൂ. നാളെ നമുക്ക് തിയറിയും പ്രാക്ടിക്കലൊക്കെ ഉണ്ട്. ഇന്നും ചെറുതായിട്ട് പ്രാക്ടിക്കൽ ചെയ്തു. പിന്നെ സെൽഫായിട്ടൊന്ന് ഹീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അവരുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലാസ്സൊക്കെ അമേസിങ് ക്ലാസ് ആയിരുന്നു. അവരുടെ ഗിഫ്റ്റാണിത്. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ വളരെ ബ്യൂട്ടിഫുള്ളായൊരു ഗിഫ്റ്റ് തന്നു. അങ്ങനെ തിരിച്ച് ഞാൻ റൂമിലെത്തി കിടന്നു.